സ്നേഹമുള്ളവരെ, 2013 ഫെബ്രുവരി മാസം 27 സ്ഥലം റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ. അവിടെ രാജ്യപ്രഖ്യാപനം നടത്തിയ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ അവസാനത്തെ ജനറൽ ഓഡിയൻസ് നടത്തുകയാണ്. പ്രായമുള്ള പത്രോസിനെ പോലെ സഭാ നൗക 8 വർഷം തുഴഞ്ഞ തഴം വെച്ച കൈകൾ കൊണ്ട് തൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉള്ളിൽ നിന്ന് വന്ന ശാന്തതയോടെ, പലപ്പോഴും ഈ സഭാ നൗക കാറ്റിലൊലയപ്പെട്ടു, പലപ്പോഴും ഇതിലേക്ക് വെള്ളം ആഞ്ഞടിച്ച് കയറി, ക്രിസ്തു ഉറങ്ങുകയാണ് എന്ന് പലപ്പോഴും തോന്നിച്ചു. പക്ഷേ എങ്കിലും ഈ നൗക ഒരിക്കലും മുങ്ങില്ല എന്നതിന് ഉറപ്പുണ്ടായിരുന്നു. അതിന് കാരണം ഇതെൻ്റെ വള്ളമല്ല, ഇത് അവൻ്റെ വഞ്ചിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുങ്ങാൻ അവൻ സമ്മതിക്കില്ല. ഈ ഒരു തോണി യാത്രയുടെ ആധുനിക പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാരുടെ തോണി യാത്ര സുവിശേഷം നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നത്. ഇത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, 6 മുഴുവനും വിശുദ്ധ കുർബാനയെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെയും ഈ സുവിശേഷ ഭാഗം എഴുതപ്പെടുന്നത് ഒരു വാക്ക് പറഞ്ഞിട്ടാണ്, പെസഹ തിരുനാൾ അടുത്തിരുന്നു. പെസഹ തിരുനാൾ അടുത്തിരുന്നു എന്ന് പറയുന്നത് കാലം നിർണയിക്കാനുള്ള ഉപാധിയായിട്ടല്ല. പിന്നെയോ സുവിശേഷങ്ങളിൽ പറയുന്ന ഏത് തിരുനാളുകളും ഇങ്ങനെ തന്നെ നമ്മൾ വായിക്കേണ്ടത്. ഇത് പെസഹ തിരുനാളിൻ്റെ അടുത്ത സമയത്താണ് സംഭവിച്ചതിനേക്കാളും ഇത് നിങ്ങൾ വായിക്കേണ്ടത് പെസഹായുടെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പെസഹായുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്താണ്? ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഓർമ്മയാണ് പെസഹ. ഒരു രാത്രി അവർ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളപ്പടിയിന്മേൽ പതിപ്പിച്ച് ആ കട്ടിളപ്പടിയിലെ രക്തം കാണുന്ന സംഹാരദൂതൻ അവരുടെ ഭവനങ്ങളിൽ കടന്നുപോയി അവരവിടെ നിന്ന് രക്ഷപ്പെട്ട്, രക്തത്തിൻ്റെ മുദ്രയാലാണ് സത്യത്തിൽ രക്ഷപ്പെടുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് അവർ പോരുകയാണ്. അങ്ങനെ പോരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ വഴിമുട്ടിപ്പോയി. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ അവരുടെ പിറകെ വരുന്ന ഈജിപ്തിലെ മഹാസൈന്യം. അവർ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ മോശ അവരോട് പറയുന്നുണ്ട്, പുറപ്പാടിൻ്റെ പുസ്തകം 13-14 അധ്യായങ്ങളിലാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ രക്ഷ ഇന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ഇസ്രായേൽക്കാരുടെ മുൻപിൽ ചെങ്കടലും പിന്നിൽ രക്ഷപ്പെട്ടു പോകുന്ന സ്ഥലത്ത് നിന്ന് അവരെ വധിക്കാൻ വരുന്ന സൈന്യമുള്ളപ്പോൾ ആ സന്നിഗ്ധാവസ്ഥയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ തോണി യാത്രയായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ തോണി യാത്ര ശിഷ്യന്മാരുടെ യാത്ര. അവർ രക്ഷപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അവർ പുറപ്പെട്ടു പോകുന്ന കര പിന്നിലുണ്ട്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാനാകില്ല. അവരുടെ മുൻപിൽ അനന്തവിശാലമായി പരന്നു കിടക്കുന്ന ഗലീലി തടാകമാണ്. മുന്നോട്ട് അല്പം പോലും പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സന്നിഗ്ധാവസ്ഥയിൽ ദൈവം അവരെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഇസ്രായേൽക്കാർക്ക് അത്ഭുതകരമായിട്ടുള്ള വഴിയൊരുക്കിയതുപോലെ വഴിയൊരുക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ഇതാ അവർ പോലും അറിയാതെ, ആരും ചിന്തിക്കാതെ അവൻ അവരുടെ അടുത്തേക്ക് കടലിൻ്റെ മീതെ കൂടെ നടന്നു വരികയാണ്. കടലിൻ്റെ മീതെ കൂടെ നടന്നു വരുന്ന യേശു കടൽ മുറിച്ച് കടന്ന ഇസ്രായേൽക്കാരുടെ, മോശയുടെ നേതൃത്വത്തിൽ കടൽ മുറിച്ച് കടന്ന ഇസ്രായേൽക്കാരുടെ പ്രതീകമാണ്. യേശു അവിടെ മോശയുടെ പ്രതീകമായിട്ടാണ് വരുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, മോശ എങ്ങനെയാണ് വന്നത്? മോശ കടലിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നില്ല, ചെങ്കടലിൻ്റെ നടുവെയാണ് അവർ രക്ഷപ്പെട്ട് പുറത്തു പോയത്. ഇവിടെ ആകട്ടെ യേശു കടലിൻ്റെ മുകളിലൂടെയാണ് നടക്കുന്നത്. 2 കാര്യങ്ങൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തത്, കടലിൻ്റെ മുകളിലൂടെ നടക്കുന്നവൻ കടൽ വിഭജിച്ച് നടന്നവനേക്കാൾ വലിയവനാണ്. മോശയുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും മോശയേക്കാൾ വലിയവനാണ് അവനെന്ന് കാണിക്കുക. രണ്ടാമത്താണ് പ്രധാനപ്പെട്ടത്. ഇനി അവൻ പറയാൻ പോകുന്നത് മുഴുവനും സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പം താനാണ് എന്നും തന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നുമുള്ള വിശുദ്ധ കുർബാനയെ പറ്റിയിട്ട് ദീർഘമായിട്ടുള്ള ദൈവശാസ്ത്ര അവലോകനവും സംഭാഷണവുമാണ്. അതുകൊണ്ട് തന്നെ
ഇവൻ എങ്ങനെ ഇത് സാധിക്കുമെന്ന് അത് കേട്ട് നിൽക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവനത് സാധിക്കുന്നത്? ഇവനൊരു മനുഷ്യ ശരീരമല്ലേ, ഇവനെ എങ്ങനെ ഭക്ഷിക്കാൻ പറ്റും? അപ്പോൾ യേശുവിന് കാണിച്ചു കൊടുക്കണം എന്ത്? അവന് അവൻ്റെ ശരീരത്തിൻ്റെ രൂപം മാറ്റാൻ പറ്റും. അവൻ്റെ ശരീരത്തെ ലഘുവാക്കാൻ അവന് പറ്റും. ഒരു സാധാരണ മനുഷ്യന് കടലിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റില്ല. ശരീരത്തിൻ്റെ ഭാരമില്ലായ്മയുണ്ടെങ്കിൽ പറ്റും. അത് അവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ മാറ്റുന്നു. അതിന് മുന്നേ തന്നെ അവൻ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തപ്പോൾ പറഞ്ഞത് അപ്പത്തിൻ്റെ അവസ്ഥയെ മാറ്റാൻ അവന് പറ്റുമെന്നുള്ള വാക്കുകൊണ്ട്. അങ്ങനെ ഇത് തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയും കൂടി അവന് മാറ്റാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരികയാണ്. എന്തിനാണ് അവൻ ഈ അപ്പമായിട്ട് തീരുന്നത്? എന്തിനാണ് അവന് വിശുദ്ധ കുർബാനയായി മാറുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവരുടെ വഞ്ചിയിൽ കയറുന്ന യേശു തരുന്നുണ്ട്. ഈ വഞ്ചി വല്ലാതെ ആടി ഉലയുകയാണ്. ആടി ഉലയുന്ന വഞ്ചിയിൽ അവൻ്റെ സാന്നിധ്യമുണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആടി ഉലയുന്ന ജീവിതങ്ങളിൽ, ആടി ഉലയുന്ന സഭയിൽ, ആടി ഉലയുന്ന നമ്മുടെ കുടുംബങ്ങളിലൊക്കെയും അവൻ്റെ സാന്നിധ്യമുണ്ടാകണം. ഈ സാന്നിധ്യമാണ് നമ്മളെ ഇത് മുങ്ങാതെ തടയുന്നത് എന്ന് കാണിക്കുക എന്നുള്ളത് സഭയിലെ വിശുദ്ധ കുർബാനയുടെ സ്ഥാനമാണ്. ആടിയുലയുന്ന വഞ്ചിയിൽ യേശുവിൻ്റെ സ്ഥാനം. ഇവിടെ ശിഷ്യന്മാരുടെ ഭയത്തിൻ്റെ ഫോക്കസ് മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഭയപ്പെട്ടത് ആദ്യം തന്നെയായിരുന്നു വലിയ തിരമാലകളെ, വലിയ കൊടുങ്കാറ്റിനെ, കടലിൻ്റെ ഇരമ്പലിനെ, ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന നേരത്തിൽ ദൂരെയായിട്ടുള്ള കരയെ അവർക്ക് ഭയമാണതിനെ. പക്ഷെ ഇവിടെ അവർ ഭയപ്പെട്ടത് അതിനെയല്ല. യേശുവിനെ, കടലിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ ഭയപ്പെടാൻ കാരണമുണ്ട്. ഇതുവരെ കണ്ട യേശുവല്ല ഇപ്പോഴുള്ളത്. അന്ന് പകല് 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിക്കുന്ന യേശുവിനെ അവർ കണ്ടിട്ടുണ്ട്. രോഗികളെ സുഖമാക്കുന്ന, പ്രഭാഷണങ്ങൾ നടത്തുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുക പോലും ചെയ്യുന്ന യേശുവിനെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ മുൻപിലുള്ളത് അവനല്ല. മറ്റൊരു തരത്തിൽ അവൻ്റെ തന്നെ ശരീരത്തിന് മാറ്റം വന്നിരിക്കുന്ന ഒരുവൻ. ഇതുവരെ അവൻ്റെ ശരീരത്തിനൊരു മാറ്റം വന്നിട്ടില്ല. മറ്റുള്ളവരുടെ ശരീരങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. മരണാവസ്ഥയിൽ നിന്ന് ജീവനിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അവൻ്റെ ശരീരത്തിന് മാറ്റം വന്ന് അവനെ കാണുമ്പോൾ അവർക്ക് ഭയമായി. അവിടെ യേശു പറയും, ഭയപ്പെടേണ്ട. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനാണ്. ആണ് എന്ന് പറയുന്നത്, ആകുന്നു എന്ന് പറയുന്നത് ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഞാൻ ആകുന്നവനാകുന്നു മോശയോട് ദൈവം പറയുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ വിശേഷണം, നിർവചനം ആകുന്നവൻ. ഞാനാണ് എന്നാണ് ഈശോ പറയുന്നത്. ഞാൻ ദൈവമാണ്, ഞാനാണ്, ഞാൻ ദൈവം ആണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇനി യേശു പറയുന്ന മറ്റൊരു കാര്യം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അവർ ഭയപ്പെട്ടു. ദൈവമായിട്ടുള്ള ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന യേശു പറയുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുള്ള സഭ ഭയപ്പെടേണ്ടതില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ പ്രിയമുള്ളവരെ, നമുക്കിന്ന് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് ഭയപ്പാടുകളാണ് നമുക്കെന്നുള്ളത്. ഭയത്തിൻ്റെ കാരണം എന്താ? ഒറ്റ കാരണമുള്ളൂ, വിശ്വാസം നഷ്ടപ്പെട്ടു. ബെനഡിക്റ്റ് 16 പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുഴുവനും സഭയെ, ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള നിരീശ്വരവാദത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ദൈവചിന്തയില്ലായ്മയുടേത്, ലിബറലിസത്തിൻ്റെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തെ സംബന്ധിച്ച് പുരോഹിതരുടെ പരാജയങ്ങൾ, സഭയുടെ പൊതുജനത്തിൻ്റെയൊക്കെയുള്ള സഭയുടെ ദൈവവിശ്വാസത്തിൻ്റെ നഷ്ടപ്പെടലുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടില്ല. അവനിതിലുണ്ട്, ഇത് അവൻ്റെതാണ്, മുങ്ങാൻ അനുവദിക്കില്ല. നമുക്കും വേണ്ടത് പല പ്രശ്നങ്ങളുള്ളപ്പോൾ FCR നിയമ ഭേദഗതി മുതൽ, നമ്മുടെ ആളുകളുടെ എണ്ണം കുറയുന്നത് മുതൽ, നമ്മുടെ സ്വാധീനങ്ങൾ നഷ്ടപ്പെടുന്നത് മുതൽ, ഒരുപാട് പ്രശ്നങ്ങൾ സഭയിലുള്ളപ്പോഴും നമുക്ക് വേണ്ടത് വിശ്വാസം വർദ്ധിച്ചു കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പോൾ സംഭവിക്കുന്നതോ, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഭയം വർദ്ധിക്കുകയാണ് വിശ്വാസം വർദ്ധിക്കുന്നതിന് പകരം. വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കൃപ ഏത് ജീവിത സാഹചര്യങ്ങളിലും, വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, സഭയുടെ സാഹചര്യങ്ങളിലൊക്കെ
പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഭയം വർദ്ധിക്കാതെ ഭയത്തിന് മുകളിൽ വിശ്വാസം വർദ്ധിക്കുന്നതിന് നമുക്ക് കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.